നമസ്കാരം. മലയാളം SART ചാനലിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠം. തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം അല്ലേ? പ്രവാസികളായ അച്ഛനമ്മമാരുടെ മക്കളായിരിക്കാം പലരും അല്ലേ? അതുപോലെ പുസ്തകങ്ങളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ പ്രവാസ ജീവിതത്തെ അറിഞ്ഞവരും ഉണ്ടാകും. പ്രവാസിയായ നജീബിൻ്റെ ദുരിത ജീവിതം പകർത്തിവെച്ച ആടുജീവിതം നോവൽ വായിച്ചവരുണ്ടാവും അല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇനി വായിച്ചിട്ടില്ലെങ്കിലും ആ പേരിൽ തന്നെ ഇറങ്ങിയ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ മറ്റൊരു ജീവിതാനുഭവമാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷ. ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതാവസ്ഥകളൊക്കെ അറിയുന്ന ഒരു അറബി എഴുത്തുകാരൻ്റെ കഥയുടെ മലയാളം തർജ്ജിമയാണ് ഈ പാഠം. കോയയുടെ ചെറിയ വസ്തുക്കൾ. ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു. ആ ദിവസം ഭാര്യയിൽ നിന്നു ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. അപ്പോൾ ആ ദിവസം അദ്ദേഹത്തിന് വളരെ സന്തോഷം നൽകിയ ദിവസമായിരുന്നു, സന്തോഷം ലഭിച്ച ഒരു ദിവസമായിരുന്നു. സന്തോഷം ലഭിക്കാൻ എന്താണ് കാരണം? ഭാര്യയുടെ കത്തിൽ നിന്നും ലഭിച്ച ഒരു സന്തോഷ വാർത്തയായിരുന്നു അല്ലേ? അല്ലലില്ലാത്ത മനസ്സ്, അല്ലൽ ദുഃഖമാണ്, ദുഃഖമില്ലാത്ത മനസ്സുമായാണ് അദ്ദേഹം ആ ദിവസം തുടങ്ങിയത്. ആ ദിവസം ഭാര്യയിൽ നിന്നു ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. രാവിലെ മാർക്കറ്റിൽ പോയി. ആ സന്തോഷത്തോടു കൂടി തന്നെയാണ് മാർക്കറ്റിലേക്ക് പോയത്. ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി. അവിടെ എങ്ങും തെരുവ് കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു. തെരുവിൽ ഷെഡൊക്കെ കെട്ടിയിട്ട് വസ്ത്രങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന, വസ്ത്രങ്ങൾ മാത്രമല്ല എല്ലാ സാധനങ്ങളും വിൽപ്പന നടത്തുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത്. അവിടെ എങ്ങും തെരുവ് കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു. എല്ലാത്തരം വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ വിൽക്കാൻ വച്ചിരുന്ന ഭാഗത്തേക്കാണ് അയാൾ പോയിരുന്നത്. പുറത്തേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, മുതലാളി 100 ദിർഹം തരാമോ? മാസാവസാനം തിരിച്ചു നൽകാം. പുറത്തേക്ക് പോകുന്നവരെ എന്തു ചെയ്യണമെന്നുള്ള സംശയത്തിലായിരുന്നു അദ്ദേഹം അല്ലേ? കയ്യിൽ പൈസ ഇല്ലാത്തത് തന്നെയാണ് കാരണം. അപ്പോൾ മുതലാളിയിൽ നിന്നും 100 ദിർഹം UAE നാണയമാണ്. അപ്പോൾ 100 ദിർഹം കടം വാങ്ങിയാണ് മാർക്കറ്റിലേക്ക് പോയത്. എന്തിനാണ് പോയതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി കുറച്ചുകൂടി കഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അദ്ദേഹം പൈസയുമായി മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ്. 100 ദിർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി. തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു. 100 ദിർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു. കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു. ആ നോട്ട് കയ്യിൽ തന്നെ മുറുക്കെ പിടിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകരുതല്ലോ, കടം വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷവും സ്വപ്നവും ഒക്കെയാണ് ഇപ്പോൾ ആ പൈസ. കോയ വസ്ത്രക്കൂമ്പാരങ്ങളിലേക്ക് നോക്കി. അന്ധാളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ച പെട്ടിയിൽ തങ്ങി നിന്നു. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാര തുണിയുമാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധമുയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ വസ്ത്രക്കൂമ്പാരം വസ്ത്രം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കടന്നു ചെന്നു. നിറയെ വസ്ത്രങ്ങളാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു പച്ച പെട്ടിയിൽ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാനായി മനസ്സിൽ സങ്കല്പിച്ച അതേ വസ്തുക്കൾ അദ്ദേഹം ആ പച്ചപ്പെട്ടിയിൽ കണ്ടു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാര തുണിയുമാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിന് വേണ്ടുന്ന വസ്ത്രങ്ങളാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധമുയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. പുത്തൻ തുണികളിൽ നിന്ന് നല്ല സുഗന്ധമുണ്ടാവും അല്ലേ? സുഗന്ധമുയരുന്നതായി നമുക്ക് തോന്നാറുണ്ടല്ലോ. പുത്തൻ വസ്ത്രങ്ങളും അതുപോലെ പുതിയ പാഠപുസ്തകവും ഒക്കെ മണത്ത് നോക്കുമ്പോൾ നല്ല സുഗന്ധം തോന്നാറില്ലേ? നല്ല മണമുണ്ടാവാറില്ലേ? വില നൽകി കുട്ടിയുടുപ്പിൻ്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് കൊടുക്കാനായി വാങ്ങിയതാണത്, ആ കുഞ്ഞുടുപ്പ്. ആ കുഞ്ഞുടുപ്പ് കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുന്നത് പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അദ്ദേഹം. കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത്. ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു. കുഞ്ഞിന് മാത്രം പോരല്ലോ, അമ്മയ്ക്കും കൊടുക്കണ്ടേ അല്ലേ? ഉമ്മയ്ക്കും കൊടുക്കണമല്ലോ, ഉമ്മയ്ക്കും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അദ്ദേഹം അടുത്ത കടയിലേക്ക് പോയി ഉമ്മയ്ക്കുള്ള സാധനങ്ങളും വാങ്ങുകയാണ്. അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു. എപ്പോഴും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയാണ് ജീവിതത്തിലുള്ളത്. അതിനിടയിൽ സന്തോഷം നിറഞ്ഞ വാർത്ത കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വളരെ നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു വാർത്ത, നല്ലൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടായത്. എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു. സുവാർത്ത, നല്ല വാർത്ത. വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിനു ജന്മം നൽകിയിരിക്കുകയാണ്. എന്തായിരുന്നു സുവാർത്ത? അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി, ഒരു കുഞ്ഞു ജനിച്ചു എന്നതാണ് അല്ലേ? ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി. അയാൾ കത്തിൽ ഉമ്മ വെച്ചു. കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി. ആ കത്തിൽ അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ കാണുകയാണല്ലേ? ആ കുഞ്ഞിനെന്നതുപോലെ ആ കത്തിൽ ഉമ്മ നൽകുകയാണ് അദ്ദേഹം. ഒരു പ്രവാസിയുടെ ദയനീയമായ ജീവിതാനുഭവം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: 1 മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല. അതിനാൽ വീട്ടുചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും അയക്കണം. അപ്പോൾ ഭാര്യയും ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ പ്രസവിച്ച് കിടക്കുന്നത് കാരണം ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കൂടി ആവശ്യമായ പൈസ അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് കത്തിൽ മറ്റൊരു സന്ദേശമായി ഉണ്ടായിരുന്നത്. കുഞ്ഞ് ജനിച്ചതോടൊപ്പം തന്നെ ചിലവും വർദ്ധിച്ചു എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഭാര്യ. അത് കുഴപ്പമില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. തീർച്ചയായും താൻ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, അയച്ചു കൊടുക്കാം എന്ന് തന്നെ അയാൾ മനസ്സിൽ കരുതി. മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്: അവന് അബ്ദുള്ളക്കോയ എന്ന് പേരിടുക, അല്ലെങ്കിൽ ഈസ, വേണ്ട മുഹമ്മദ് കോയ. അപ്പോൾ കുഞ്ഞിനിടാൻ പല പേരുകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ് അല്ലേ? നീ അവന് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ നിനക്കറിയാമല്ലോ, എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പോൾ ഈ സമയത്ത് ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും അരികിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതാവസ്ഥ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി കൂടി ഞാനിവിടെ ജോലി ചെയ്തോളാം എന്ന് കത്തിൽ പറയുകയാണ്. അയാൾ എഴുത്തു നിർത്തി. ഭാര്യയുടെ കത്തു കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മൂത്ത ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ ട്രെയിൻ തട്ടി മരിച്ചു 14 കൊല്ലം മുമ്പ്. ഇതാ ഇപ്പോൾ 14 കൊല്ലം മുമ്പ് ഒരു കുഞ്ഞുണ്ടായത് നഷ്ടമായതാണ്. അപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ മുതലാളിയെ അറിയിക്കുകയാണ് തൻ്റെ സന്തോഷകരമായ ആ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ അദ്ദേഹം തിടുക്കപ്പെട്ടു.
മുതലാളി അയാളെ അഭിനന്ദിച്ചു കടന്നുപോയി. കോയ അവിടെ നിന്നു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. അതുവരെ യാന്ത്രികമായൊരു ജീവിതം മാത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്നൊരു കുഞ്ഞു നഷ്ടമായിരുന്നു. അപ്പോൾ വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമാണ്. എവിടെയും സന്തോഷാനുഭവമില്ല. അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സന്തോഷവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് ഒരു കുഞ്ഞുണ്ടായ വാർത്ത അദ്ദേഹം കേൾക്കുന്നത്. അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു, കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്നു കാണാൻ ഞാൻ ശ്രമിക്കും. ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത്. കുഞ്ഞിനെ നന്നായി നോക്കുക. ഇനി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഭാര്യയ്ക്കും മകനും വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷമം മുഴുവൻ കണ്ണുനീരായി പുറത്തേക്ക് വരികയാണ്. എന്താണ് പറയേണ്ടതെന്നോ എന്താണ് നിനക്ക് എഴുതേണ്ടതെന്നോ എനിക്കും അറിയുന്നില്ല. കുഞ്ഞിനെ നന്നായി നോക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്. സാവധാനം എഴുത്തു നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെയുണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ഒഴിച്ച് മുറിയിലെ മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു. അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ മുട്ടി വിളിച്ച് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പോൾ മുറിയിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ജീവിതത്തെ തന്നെയാണ് തുറന്നു കാണിക്കുന്നത് കഥാകൃത്ത്. നല്ല സന്തോഷകരമായ അനുഭവമായിട്ട് പോലും അത് പറയാനോ പ്രകടിപ്പിക്കാനോ പറ്റാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന പ്രവാസികളുടെ ഒരു ചിത്രം നമുക്ക് ഈ വരികളിൽ കാണാവുന്നതാണ്. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെ മറ്റൊന്നും ഉണ്ടായില്ല, ഒരു അനക്കവും ഇല്ല, സന്തോഷം പങ്കുവയ്ക്കാൻ ആരുമില്ല. അപ്പോൾ എത്രമാത്രം സന്തോഷകരമായ അനുഭവം ഉണ്ടായാലും പങ്കുവയ്ക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന പ്രവാസികളുടെ ചിത്രം കോയയിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോഴാണ് ആരോ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നത് കേൾക്കുന്നത്. അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വച്ച് മുരളി, ജോസഫ്, സിംഗ്, ഗുൽ സാദിഖ് എന്നിവരോടൊപ്പം ഇരുന്നു. അപ്പോൾ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ച് താമസിക്കുകയാണ് അല്ലേ, ഒന്നിച്ച് അടുത്തടുത്ത മുറികളിൽ. എല്ലാവരിലും കോയയുടെ പ്രതിരൂപങ്ങൾ തന്നെയാണ്, ഒരേപോലുള്ള ജീവിതാനുഭവങ്ങൾ ഉള്ളവർ. എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുബൂസ് റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേയില്ല. എല്ലാവരും അവരുടേതായ ലോകത്ത് ചിന്തകളിലുമൊക്കെ ആയിരുന്നു. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു. ദൈവമേ, ഞാൻ സന്തുഷ്ടനാണ്. മുറിയിൽ തിരിച്ചെത്തി അയാൾ കത്തെഴുത്ത് തുടർന്നു. 14 വർഷങ്ങൾ. അവൻ വന്നു. അവന് നിനക്കിഷ്ടമുള്ള പേരിടുക. ദൈവം മുഹമ്മദ് കോയയ്ക്ക് പകരം തന്നതാണ് അവനെ. അപ്പോൾ മുഹമ്മദ് കോയ എന്നാണ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ അവന് പകരമാണ് ദൈവം നമുക്ക് ഈ കുഞ്ഞിനെ തന്നിരിക്കുന്നത്. നിനക്കിഷ്ടപ്പെട്ട പേര് തന്നെ ഇട്ടോളൂ, പേരൊന്നും ഞാൻ നിർദ്ദേശിക്കുന്നില്ല അല്ലേ. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം നമുക്ക് അവനെ തന്നിരിക്കുന്നത്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പുപാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം. പിറ്റേന്ന് അയാൾ പാഴ്സലുമായി തെരുവിലേക്കിറങ്ങി. മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത്. അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്ത് വായിച്ചു വിതുമ്പും. ഇളം പൈതലിനോട് പറയും, നിൻ്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു അല്ലേ. കുഞ്ഞിനോട് സംസാരിക്കും. ഉപ്പ അയച്ചു തന്ന സാധനങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞിനോട് സംസാരിക്കുന്നതൊക്കെ സങ്കല്പിക്കുകയാണ് കോയ. മാസം പകുതിയേ ആയിട്ടുള്ളൂ. അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല. അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത്. അപ്പോൾ
മാസം പകുതിയായിട്ടുള്ളൂ, കയ്യിൽ പൈസയൊന്നുമില്ല, അടുത്ത കാലത്തൊന്നും ഇനി പോകാനും പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് പാഴ്സൽ അയക്കുക തന്നെ എന്ന് തീരുമാനിച്ചു. ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 50 ദിർഹം കൂടി വേണം. കോയ ആണിയടിച്ചു തറച്ചതുപോലെ അവിടെ നിന്നു. 50 ദിർഹം കൂടി ഉണ്ടായാലേ പാഴ്സൽ അയക്കാൻ പറ്റുള്ളൂ. പാഴ്സലിൻ്റെ ചാർജായിട്ട് കേരളത്തിലേക്ക് അയക്കണമെങ്കിൽ തപാൽ ചാർജായി 50 ദിർഹം കൂടി വേണം എന്ന് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അനങ്ങാതെ നിന്നുപോയി, അനക്കമറ്റ് നിന്നുപോയി. ആണിയടിച്ച് തറച്ചതുപോലെ നിന്നു, അനങ്ങാൻ പറ്റാതെ. ഇനി എന്തു ചെയ്യും? പൈസയുണ്ടോ? സാധനങ്ങൾ വാങ്ങിച്ചത് തന്നെ മുതലാളിയോട് കടം വാങ്ങിയിട്ടാണ്. അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി, തളർന്നുപോയി അദ്ദേഹം അത് കേട്ടപ്പോൾ. നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും അടിയിലേക്ക് വീണു. ആ വഴിയിൽ, തപാൽ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ കൈയൊക്കെ തളർന്ന് കയ്യിലുള്ള കെട്ട് പാഴ്സൽ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീഴുകയാണ്. അത് പിടിക്കാൻ പോലും ശക്തിയില്ലാതായി. മനസ്സ് തളർന്ന് ശരീരം ക്ഷീണിച്ചു പോയി അദ്ദേഹത്തിൻ്റേത്. പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല, 50 ദിർഹം കൂടി. പക്ഷേ എവിടുന്ന് കിട്ടും? നടപ്പാതയിൽ ജനം പെരുകി, ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. അല്ലേ, എന്തൊരു സന്തോഷമായിരുന്നു കുഞ്ഞ് ജനിച്ച് നിറഞ്ഞപ്പോൾ, അല്ലേ? ആ സന്തോഷമൊക്കെ ഇല്ലാതായി നിമിഷ നേരം കൊണ്ട്. ആ സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതായി. അല്ലെ, നാട്ടിലുള്ള ഭാര്യയ്ക്കും ആഗ്രഹിച്ചുണ്ടായ കുട്ടിക്കും വാങ്ങിയ സമ്മാനം അയക്കാൻ കഴിയില്ല എന്നത്, അല്ലേ, ആ ദയനീയ അവസ്ഥയാണ് ഈ ഒരു വരിയിലൂടെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റേറ്റ് പൊടി പറന്നു പോകുന്നത് പോലെ ഇല്ലാതായി എന്നാണ്, അല്ലേ? കാറ്റടിച്ചാൽ ആ ഭാഗത്തെ പൊടി പൂർണ്ണമായും പറന്നു പോകും, അല്ലേ? സന്തോഷം നഷ്ടമായ ആ അവസ്ഥയാണ് ഇവിടെ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിമിഷത്തിൻ്റെ കയ്പ് എല്ലാം തുലച്ചു. ഇളം കുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതായി. നിരാശ ബാധിച്ചു, അല്ലേ? അദ്ദേഹത്തിന് സന്തോഷമെല്ലാം ഇല്ലാതായി, പ്രതീക്ഷയില്ലാതായി. വീണ്ടും നിരാശ ബാധിച്ചു മനസ്സിൽ. കുഞ്ഞിൻ്റെ മുഖമൊന്നും ഓർമ്മ വരാതായി. ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ, വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ, മനസ്സുമടുപ്പിൻ്റെ കയ്പ്, ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ. വീണ്ടും മനസ്സിലേക്ക് ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതം മാത്രമാണ് കടന്നു വന്നത്. സന്തോഷത്തിൻ്റെ എല്ലാം കെട്ടടങ്ങി. റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ ഈ നടപ്പാത, ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ്. അപ്പോൾ റോഡ് പണിക്കാരനായിട്ടാണ് പ്രവാസ ജീവിതം തുടങ്ങിയിരുന്നത് അദ്ദേഹം. ആ കാലമൊക്കെയാണ് ഇപ്പോഴും കഷ്ടപ്പാട് തന്നെ, ഒരു മാറ്റവുമില്ലല്ലോ എന്ന് അദ്ദേഹം വളരെ നിരാശയോടെ ഓർത്തു. രാത്രി ഏറെ നേരം അലക്ഷ്യനായി അയാൾ നടന്നു, അല്ലെ? എവിടെയെന്നില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ അലക്ഷ്യനായി ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. പെട്ടെന്നൊരു വഴി തെളിഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി. എന്താണ് ആ വഴി? നമുക്ക് നോക്കാം. പിറ്റേന്നു രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു. ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു, ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. അപ്പോൾ എന്തായിരുന്നു പ്രതീക്ഷ? ഭാര്യയ്ക്ക് വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുക, അല്ലേ? ആ സാധനം തിരിച്ചു കൊടുക്കുകയാണ്. കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല. അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി. കച്ചവടക്കാരന് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത ഉപഭോക്താവിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോയയുടെ പ്രശ്നമൊന്നും അദ്ദേഹത്തെ ബാധിച്ചതേയില്ല. കോയ ആത്മഗതമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾക്ക് പിന്നീട് അയക്കാം. കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാവും. അയാൾ മാർക്കറ്റിൽ ചുറ്റും നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി. എന്തായാലും കച്ചവടക്കാരൻ അത് തിരിച്ചു വാങ്ങില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം പിന്നീടത് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ഭാര്യയ്ക്ക് വാങ്ങിയ സാധനം
വേറൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് കോയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അത് ഇരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് തെരുവിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചു അയാൾ. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ വിൽക്കാനായി നിരത്തി. പക്ഷേ ആരും അത് വാങ്ങിയില്ല. ഒരുപാട് സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്ഥലത്ത് നിന്നല്ലേ ആളുകൾ വാങ്ങൂ. ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ഒരു സാധനം മാത്രം വിൽക്കാൻ വെച്ചെടുത്ത് നിന്ന് ആരെങ്കിലും വാങ്ങാൻ ശ്രമിക്കുമോ? ഇല്ല. എല്ലാവരും തിരഞ്ഞെടുത്ത് അല്ലേ, ഇഷ്ടപ്പെട്ട നിറവും അല്ലേ തിരഞ്ഞെടുത്ത് വാങ്ങിക്കാനേ ശ്രമിക്കുള്ളൂ. അതിനിടയിൽ ഈ ഒരു വസ്തു മാത്രം വിൽക്കുന്നിടത്ത് ആരും ശ്രദ്ധിക്കുകയില്ല. ഓരോരുത്തരോടായി അയാൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അയാൾ, ഇത് നല്ല തുണിയാണ്, ഇന്നലെ 40 വാങ്ങിയതാണ്, 30 തരാം അല്ലേ. ഇന്നലെ 40 ദിർഹം കൊടുത്തിട്ട് വാങ്ങിയതാണ്, പക്ഷേ 30 ഞാൻ തരാം. ഇത് വളരെ നല്ല തുണിയാണ്, പുതിയതാണ്, ഇന്നലെ വാങ്ങിയതാണ്, ഇത് വാങ്ങി എന്നെ സഹായിക്കൂ എന്ന് അയാൾ കരഞ്ഞു പറഞ്ഞു. ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ്. അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി. ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാത്തതുകൊണ്ട് തന്നെ അയാൾ ഒറ്റക്കായി അല്ലേ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുകയാണ്. ആരും നോക്കാനില്ലാതെ, ആരും കാണാനില്ലാതെ അദ്ദേഹം ഇങ്ങനെ ഇത് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഒറ്റയ്ക്ക് തനിയെ നിന്നുകൊണ്ട് പറയുകയാണ്. നിരാശ പിന്നീട് ദേഷ്യമായി മാറി അല്ലേ. ദേഷ്യം കൊണ്ട് വിറച്ചു. ദുഃഖവും കയ്പും നിറഞ്ഞു. സന്തോഷം മറന്നു. ഭാര്യയെയും മകനെയും മറന്നു. ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി. അത് വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സന്തോഷവും ഇല്ലാതായി അല്ലേ. 14 വർഷങ്ങൾക്ക് ശേഷമാണ് വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത കേൾക്കുകയും സന്തോഷം നിറഞ്ഞ മനസ്സുമായി അദ്ദേഹം എല്ലാവരോടും ആ വിവരം പറയുകയും ഭാര്യയ്ക്കും മകനുമായി സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തത്. പക്ഷേ ആ സന്തോഷം ഏറെ നേരം നീണ്ടു നിന്നില്ല. അത് അയക്കാനുള്ള പൈസ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം വീണ്ടും നിരാശയിൽ മുങ്ങി. കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. കോയയ്ക്ക് അത് വിൽക്കുവാൻ കഴിഞ്ഞില്ല അല്ലേ. അത് വിൽക്കാനായിട്ട് വീണ്ടും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതം മെച്ചപ്പെടുത്താനായി ശ്രമിക്കുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ്റെ കഥയാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ എന്നത്. ഒരു സാധാരണ പ്രവാസി ജീവിതത്തെ അല്ലെ ഗതികേടിനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? കഥ എഴുതിയത് അബ്ദുൾ ഹാമിദ് അഹമ്മദ്, പരിഭാഷപ്പെടുത്തിയത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വി മുസാഫർ അഹമ്മദാണ്. കുടിയേറ്റക്കാരൻ്റെ വീട് എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണിത്. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കഥയിൽ കണ്ടത്: ഒരു ദിവസം ഭാര്യയിൽ നിന്നും ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. വാർത്ത എന്തായിരുന്നു? അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നതായിരുന്നു വാർത്ത. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. കാരണമെന്ത്? 14 വർഷങ്ങൾക്ക് ശേഷം തനിക്കൊരു മകനുണ്ടായി എന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞത്. കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയതെപ്പോൾ? ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ ആഗ്രഹിക്കുന്നതായി കത്തെഴുതുമ്പോഴാണ് കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. എന്തുകൊണ്ട്? ഭാര്യയ്ക്കും കുഞ്ഞിനുമുള്ള സമ്മാനമടങ്ങുന്ന പാഴ്സൽ അയക്കാനുള്ള 50 ദിർഹം കയ്യിലില്ലാത്തത് കൊണ്ടാണ് അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങിയത്. ഭാര്യയ്ക്കു വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോയയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു? പാഴ്സൽ അയക്കാനുള്ള 50 ദിർഹം ഒരിടത്തു നിന്നും കിട്ടാതായപ്പോഴാണ് ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കാൻ കോയ നിർബന്ധിതനായത്.
അടുത്തത് വാക്കുകൾക്കും അപ്പുറം. കോയയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. ഇങ്ങനെ പറയുന്നതിലെ സവിശേഷത എന്ത്? ചർച്ച ചെയ്യൂ. ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട്. അവ കണ്ടെത്തി എഴുതുക. അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുമല്ലോ. എന്താണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു എന്നാണ്. എന്താണ് ശരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രവാസ ജീവിതത്തിലെ ഒറ്റപ്പെടൽ അല്ലേ? പ്രവാസ ജീവിതത്തിലെ ഒറ്റപ്പെടൽ ഈ പ്രയോഗം എടുത്തുകാട്ടുന്നു. സന്തോഷം നിറഞ്ഞ സമയത്തും അത് പങ്കുവയ്ക്കാൻ കോയയുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. മറ്റു പ്രയോഗങ്ങൾ: സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തി കളയുന്നതുപോലെ ഇല്ലാതായി. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. അടുത്തത് കഥയരങ്ങ്. കഥയിലെ അവസാന വാക്യം നോക്കൂ. കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ? വൻ നഗരം, തെരുവ്, കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കൽ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ. ഇത് കോയയുടെ മാത്രം കഥയാണോ? നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റും പ്രവാസികളായിട്ട് കുടുംബാംഗങ്ങളെ പിരിഞ്ഞിരിക്കുന്നവർ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പോലും വീട്ടിലെത്താൻ കഴിയാതെ വിഷമിക്കുന്നവർ അല്ലേ? അതുപോലെ വിശ്രമമില്ലാതെ നിരന്തരമായി ജോലി ചെയ്യേണ്ടി വരുന്നവരുണ്ട്. തൊഴിൽ സ്ഥിരതയില്ലാത്തവരുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജോലി ചെയ്താലും മതിയായ വരുമാനമില്ലാത്തവർ, താമസ സ്ഥലത്ത് അനുഭവിക്കുന്ന അസൗകര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി കഥ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട ഒരു ആളുടെ ഒരു കഥയാണ് എഴുതാൻ ശ്രമിച്ചത്. നോക്കൂ. സ്വപ്നങ്ങൾ തേടി ദുബായ്. രാവിലെ 6 മണി. ഹംസ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. 3 ദിവസമായി ജോലിയില്ല. പെട്ടെന്നൊരു ദിവസം ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടപ്പോൾ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഒറ്റപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. എങ്ങനെ ജീവിക്കും? നാട്ടിലുള്ള ഭാര്യയെയും മക്കളെയും എങ്ങനെ സംരക്ഷിക്കും? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി ഹംസയ്ക്ക്. കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വിളിച്ചപ്പോൾ മകൾ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ബാപ്പ, ഉമ്മ പറഞ്ഞല്ലോ ബാപ്പ വന്നാൽ സൈക്കിൾ വാങ്ങാമെന്ന്. ബാപ്പ എപ്പോഴാ വരിക? ഹംസയ്ക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. പെട്ടെന്ന് വരാം മോളെ എന്ന് മാത്രം പറഞ്ഞു. ജോലി നഷ്ടപ്പെട്ട കാര്യം അവരെ അറിയിച്ചിട്ടില്ല. എങ്ങനെ നാട്ടിലേക്ക് പോകും? വീട്ടുചെലവ്, കുഞ്ഞിൻ്റെ പഠിത്തം, സ്വന്തം വീട് എന്ന സ്വപ്നം. അന്നു രാത്രി ഹംസ ഒരു തീരുമാനത്തിലെത്തി. ഒരു ജോലി കണ്ടെത്തിയേ തീരൂ. അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ ഉണർന്നു. നേരെ മാർക്കറ്റിലേക്ക് നടന്നു. പഴക്കച്ചവടക്കാർക്കിടയിൽ മറ്റൊരു കച്ചവടക്കാരനായി. ചൂടും വെയിലും വകവയ്ക്കാതെ പഴക്കൂടയുമായി നടന്നു. ഒടുവിൽ കിട്ടിയത് 25 ദിർഹം. അത് ഒന്നിനും തികയില്ല. എങ്കിലും തളരില്ല. മറ്റൊരു നല്ല ജോലി കിട്ടുന്നതുവരെ തുടർന്നേ പറ്റൂ. രാത്രി ഡയറി എടുത്ത് ഹംസ ഇങ്ങനെ എഴുതി: പൊന്നുമോളെ, നിൻ്റെ സ്വപ്നം പൂർത്തിയാക്കാനായി ബാപ്പ കഠിനാധ്വാനം ചെയ്യും. നിൻ്റെ പഠനത്തിനും വീട്ടുചെലവിനുമായി ഞാൻ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ബാപ്പ ഉടനെ തന്നെ നിന്നെ കാണാനായി എത്തും, ഉറപ്പ്. കുറച്ച് വൈകിയാലും എത്തിയിരിക്കും. നീ ക്ഷമയോടെ കാത്തിരിക്കൂ. അന്നു രാത്രി ഹംസയ്ക്ക് ഉറക്കം വന്നേയില്ല. മകളുടെ ചിരിതൂകുന്ന മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അയാൾ ഉറക്കം കാത്തുകിടന്നു. ഇനി വാക്കുകൾ കൂടിച്ചേരുമ്പോൾ. അല്ലൽ ഇല്ലാത്ത മനസ്സും ആയി അയാൾ ഇരുന്നു. അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു. ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ വാക്യത്തിൽ അല്ലൽ ഇല്ലാത്ത മനസ്സും ആയി അയാൾ ഇരുന്നു. 6 വാക്കുകൾ അല്ലേ? 6 ഓരോ വാക്കും വേറെ വേറെ ആയിട്ടാണുള്ളത് അല്ലേ? രണ്ടാമതാണെങ്കിലോ
അല്ലലില്ലാത്ത, അല്ലൽ ഇല്ലാത്ത എന്നുള്ളത് അല്ലലില്ലാത്ത എന്ന് ചേർത്ത് എഴുതിയിരിക്കുന്നു. മനസ്സും ആയി എന്നുള്ളത് മനസ്സുമായി എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ. അയാൾ ഇരുന്നു എന്നത് അയാളിരുന്നു. ഇതിൽ ഏത് വാക്യമാണ് വായിക്കാൻ പറയാൻ ഭംഗിയായി തോന്നുന്നത്? രണ്ടാമത്തെ വാക്യം തന്നെയാണ് അല്ലേ. ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുകയും എഴുതുകയും പതിവാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ നിന്നും രണ്ടാമത്തെ വാക്യം മനോഹരമായി തീരുന്നത് അത് എഴുതിയത് കൊണ്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ വാക്യത്തിന് ഭംഗി കൂടുന്നു ഇങ്ങനെ ചേർത്തെഴുതുമ്പോൾ. അതുപോലെ പറയാനും എഴുതാനും ഒക്കെ എളുപ്പമാണ്. വാക്യത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് തന്നെ വ്യക്തമായും പൂർണ്ണമായും മനസ്സിലാക്കാനും ഇങ്ങനെ ചേർത്തെഴുതുമ്പോൾ കഴിയുന്നുണ്ട്. വാക്യത്തിന് ഭംഗി കൂടുന്നു, പറയാനും എഴുതാനും എളുപ്പം, വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി അർത്ഥം: അല്ലൽ സങ്കടം, സന്തുഷ്ടൻ സന്തോഷമുള്ളവൻ, ഭദ്രം സുരക്ഷിതം, ആത്മഗതം തന്നെത്താൻ പറയൽ, ഇക്ഷണം ഈ നിമിഷം, സുവാർത്ത നല്ല വാർത്ത. പര്യായ പദങ്ങൾ: ഭാര്യ, കളത്രം, പത്നി, കാന്ത. ദിവസം: ദിനം, വാസരം, അഹസ്. വസ്ത്രം: അമ്പരം, ആട, വസനം. പിരിച്ചെഴുതുക: മാസാവസാനം, മാസ പ്ലസ് അവസാനം. പച്ചപ്പെട്ടി, പച്ച പ്ലസ് പെട്ടി. കുട്ടിയുടുപ്പ്, കുട്ടി പ്ലസ് ഉടുപ്പ്. വിപരീത പദങ്ങൾ: അല്പം, അനൽപം. സുഗന്ധം, ദുർഗന്ധം. ദീർഘം, ഹ്രസ്വം. ഒറ്റപ്പദം എഴുതുക: ഇരുമ്പ് കൊണ്ടുള്ള പാളം, ഇരുമ്പുപാളം. നടക്കാനുള്ള പാത, നടപ്പാത. അവസാനത്തെ ബിന്ദു, അവസാന ബിന്ദു. എതിർലിംഗ പദം എഴുതുക: ആൺകുട്ടി, പെൺകുട്ടി. അവൻ, അവൾ. ഭാര്യ, ഭർത്താവ്. മകൻ, മകൾ. വാക്യം നിർമ്മിക്കുക: ലക്ഷ്യമില്ലാതെ എന്നുള്ള വാക്കുപയോഗിച്ചിട്ടൊരു വാക്യം ഉണ്ടാക്കാം. രാമു ലക്ഷ്യമില്ലാതെ റോഡിലൂടെ നടന്നു. അടുത്തത് ആശ്ചര്യത്തോടെ അവൾ സമ്മാനപ്പൊതി തുറന്നു നോക്കി. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.